അദ്വൈത ചിന്തയെ കണ്ടെത്താൻ ഒരു പക്ഷേ ശങ്കരാചാര്യരടക്കമുള്ള ആളുകളെ പ്രേരിപ്പിച്ചത് ഇസ്ലാമിലെ സമത്വ സങ്കല്പമാണ്. ആധുനിക ഹിന്ദുമതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശങ്കരാചാര്യരെ പോലും അദ്ദേഹത്തെ തുല്യതയുടെ ദർശനം പഠിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ സമഭാവനയ്ക്ക് കഴിഞ്ഞു എന്നത് തിരിച്ചറിയണം. ഈ കാര്യം 2 സെന്റൻസിലായിട്ട് നമ്മളൊക്കെ ഏറെ വായിക്കുന്ന സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ശ്രീധരമേനോൻ പറയുന്നുണ്ട്. ശ്രീധരമേനോൻ അങ്ങനെ അത്രയേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ, കൂടുതൽ അത് വികസിപ്പിച്ചിട്ടില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിന് പ്രവാചകനുമായിട്ടും ഒന്നുമല്ല ബന്ധം. ആദം നബിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു വലിയ നബി പരമ്പര ഇസ്ലാമിനുണ്ട്. അത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കൊക്കെ പൊതുവായിട്ടുള്ള ഒരു പരമ്പരയാണ്. അതിൽ ഈസാ നബി വരുമ്പോൾ ഈസാ നബിയെ ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായി ക്രിസ്ത്യാനികൾ കാണും, മുസ്ലിമുകൾ നബിയായി കാണും. അവിടെ നിൽക്കുന്നു. അതിന് ഇപ്പുറത്തേക്ക് അവർ അംഗീകരിക്കുന്നില്ല എന്നതേ ഉള്ളൂ. ആദം നബിയുടെ ആദ്യം അദ്ദേഹം പാദം സ്പർശിച്ച സ്ഥലം ശ്രീലങ്കയിലെ ആദം മൗണ്ടാണ്. ഇപ്പോഴും ആദം മല അവിടെ ഉണ്ട്. അത് കേരളം കൂടി ഒത്തുചേർന്ന പ്രദേശമായിരുന്നത്രേ. അങ്ങനെ ചില വാമൊഴി വളരെ വ്യാപകമായി പഴയ മുസ്ലിമുകളുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു.